ശ്രീ അപ്പൊ കറണ്ട് ബില്ല് ഇവിടെ കുറച്ച് കറണ്ട് ബില്ല് കൂടുതലാടാ. ഇവിടെ കുറച്ച് കറണ്ട് ബില്ല് കൂടുതലാ. അപ്പൊ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഷമീറിന്റെ വഴി ആ യൂണിവേഴ്സിനെ പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. ആ യൂണിവേഴ്സ് വേറെ യൂണിവേഴ്സാണ്. അത് മൂത്രം ടെസ്റ്റ് ചെയ്യുന്നു, മലം ടെസ്റ്റ് ചെയ്യുന്നു, അത് വേറെ യൂണിവേഴ്സ്. അതിനെ പറ്റി എനിക്ക് സംസാരിക്കില്ല. നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത നമ്മളോട് യാതൊരു ബന്ധമില്ലാത്ത യൂണിവേഴ്സാണ്. അത് വിട്ടുതരാം. അവര് വേറെ വഴിക്ക് പോയി കൈസ്, അവര് വേറെ വഴിക്ക് പോയി. ഇത് അതിൽ നിന്നൊക്കെ നമ്മൾ റിക്കവറായി വന്നു. ഇത് വേറെ യൂണിവേഴ്സ്. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും വയ്യ. ഞാൻ മെഡിസിനേറ്റഡാ, അതേപോലെ കിറുങ്ങിയിരിക്കുക ഞാൻ. അതുകൊണ്ടാണ് ഷോർട്ട് സ്ട്രീം ആയിട്ട് ഇട്ടത്. അപ്പോൾ മെയിനായിട്ട് അസൻസിയോ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ വി സിയിലോട്ട് പോയി ബ്രാവോയും കൂടെ വരുത്തി പറയണോ? അതായിരിക്കുമല്ലോ നല്ലത്. കാരണം ബ്രാവോയ്ക്കും കൂടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉള്ള കാര്യമല്ലേ. അപ്പോൾ പണ്ടാരം ശ്വാസം മുട്ടിട്ട് വയ്യ എനിക്ക്. ബ്രാവോ വി സിയിലുണ്ടോയെന്ന് അറിഞ്ഞൂടാ. ബ്രാവോ വി സിയിലോട്ട് വരുന്നത്. ഇന്ന് സൂസന്റെ ബർത്ത്ഡേ. ഇന്ന് SRKയുടെ ബർത്ത്ഡേ. ഇന്ന് 2-3 പേരുടെ ബർത്ത്ഡേ. അപ്പൊ എല്ലാവർക്കും എന്താ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ഫിയർ, TV വേണം ഫാൻസ്. എടാ നിന്റെയൊക്കെ ഫിയർ. എടാ ബ്രോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എങ്ങനെയാ ഇങ്ങനെ പറയാൻ പറ്റണടാ? എടാ നീയൊക്കെ ഇതിലും നല്ല ആൾക്കാരുണ്ടായിട്ട് ശേഷം ഞാൻ ഒരു കാര്യം പറയട്ടെ, നീയൊക്കെ ഇപ്പൊ വലിച്ചു കയറ്റാൻ വരുന്നവന്മാര് കഴിഞ്ഞ 7 മാസമായിട്ട് ഞങ്ങളെ പേടിച്ച് സിറ്റി കയറാത്തവന്മാരാ. ഒന്ന്, സിറ്റി കയറിയിട്ടില്ല, ടർഫ് മാത്രം കളിച്ചിട്ട് പോണവന്മാരാ. ഒന്നത്. 2, എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിനെ പറ്റി പറയാം. അവന്മാരെ തല്ലി ഞങ്ങൾ മടുത്ത്. പിന്നെ ആരെയാ പേടി ബ്രോ? ആരെയാ പേടി? ചില്ല അങ്ങനൊന്നും പറയണ്ട, അത്രയൊന്നും ചിന്തിക്കണ്ട. എനിക്ക് അത്ര ബുദ്ധിയുള്ളൂ. എടുത്തോണ്ട് പോയി ബ്രോ ആരെ എടുത്തോണ്ട് പോയി? അപ്പൊ അവിടെ വേറെന്താ പറഞ്ഞോണ്ടിരിക്കണ? പിന്നെ കുറച്ച് പഴയ ആൾക്കാര് സ്റ്റേഷൻ പരിധിയിലൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പറഞ്ഞു വരാൻ ഒരുപാടുണ്ട്. ചില്ല ഞാനത് പറയാം. എടാ നീയൊക്കെ ഇപ്പൊ ഇവിടെ വന്ന് എന്നെ പോടാ താ കൂട്ടി വിളിക്കണവന്മാരൊക്കെ എന്ത് ചെയ്തിട്ടിരിക്കുന്നവന്മാരാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജസ്റ്റ് അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞു തുടങ്ങാം. സോ അസൻസിയോയുടെ റിക്രൂട്ട്മെന്റ് എന്ന് പറയണത് TVയിൽ നമുക്ക് ആള് വേണ്ടാതിരുന്ന സമയത്ത് എടുത്ത ഒരു റിക്രൂട്ട്മെന്റ്. മനസ്സിലായോ? അതായത് നമുക്ക് ആൾക്കാർ ഓൾറെഡി ടോട്ടലി ഫിൽഡ് ഔട്ട് ആയിട്ടിരുന്ന സമയത്ത് T47 സ്പ്ലിറ്റപ്പ് ആയി. T47 സ്പ്ലിറ്റപ്പ് ആയ സമയത്ത് കുറച്ച് പ്ലേയേഴ്സിനെ KVL എടുത്ത സമയത്ത് അസൻസിയോ അവിടെ കളിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പം ബ്രാവോ എൻ്റെ അടുത്ത് ഒരു നല്ല പ്ലെയർ, എടാ നല്ല അവനെ ഞാൻ ഇതിനു മുമ്പ് ഇത് അങ്ങനെ വേണമെങ്കിലും മറ്റേ ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം. പക്ഷെ എൻ്റെ പഴയ ക്ലിപ്പുകൾ എടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒരുപാട് വട്ടം T47 ഗ്യാങ് എന്നുള്ള രീതിയിൽ അവരെ ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിൽ കുറച്ച് ആൾക്കാരുടെ അടുത്തായിരുന്നു പ്രശ്നം. അവരെ ഞാൻ ഇപ്പോഴും കണ്ടീന്ന് തന്നെ പറയുള്ളൂ. മനസ്സിലായ? അതൊരു മാറ്റവും ഇല്ല. അസ് എ ഗ്യാങ് അവരൊരു നല്ല ഗൺ പവർ പൊട്ടൻഷ്യൽ ഉള്ള ഗ്യാങ് ആണ്. മനസ്സിലായോ? അത് ഞാൻ ഒരുപാട് വട്ടം ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അപ്പാപ്പൻ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ അസൻസിയോ എന്ന് പറയുന്നത് നല്ലൊരു അസറ്റ് ആയിരിക്കും. വേണമെങ്കിൽ അവനെ നമുക്ക് കൊണ്ടുവരാം. ഈ പറഞ്ഞതുപോലെ അവനിപ്പോൾ ഗ്യാങ്ങിലൊന്നും കളിക്കാതെ നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ അപ്പാപ്പൻ എൻ്റെ അടുത്ത് ഇങ്ങനെ റെക്കമെൻഡേഷൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കഴിഞ്ഞപ്പം നീലിൻ്റെ അടുത്താണ് ഇത് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. നീല് അസൻസിയോ അടുത്ത് ചോദിച്ചു. അസൻസിയോ അടുത്ത് ഇതുപോലെ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞ് അസൻസിയോയും വേറെ ആരായിരുന്നു ഒരു പേരുടെ ഉണ്ടല്ലോ, പെയിനെയും കൂടെ ഒരുമിച്ച് എടുക്കാവോന്ന്. അന്നേരം ഞാൻ പറഞ്ഞടാ ഞങ്ങൾക്ക് 2 സ്ലോട്ട് ഇല്ല. ഒന്നാമത് ഇപ്പോൾ ഇവിടെ ഒരു റിക്രൂട്ട്മെന്റിന്റെ ആവശ്യമില്ല. പിന്നെ അപ്പാപ്പൻ നല്ലൊരു അഡീഷൻ ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് കൺസിഡർ ചെയ്യാം, പിന്നെ മാറ്റി ഇടാമെന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞാണ് നമ്മൾ ഇതാക്കി. അപ്പൊ ഞാൻ പറഞ്ഞ 2 പേരെ എടുക്കാനുള്ളതില്ലെന്ന്. പിന്നെന്താ ഓവനും പെയിനും ഒന്നാണോ? അല്ലല്ല, ആദ്യം ചോദിച്ചത് അതാണ്. അപ്പൊ പിന്നീട് ഓവൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, അവനെയും കൂടെ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ കൺവിൻസിന് S അല്ല C. അത് ഈ രാത്രിയിൽ കണ്ടവന്മാർക്ക് വേണ്ടിട്ട്
ഈ മറ്റേ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് സ്കൂളിൽ പോണം, മനസ്സിലായ? സ്കൂളിൽ പോയതിന് വന്നതിന് ശേഷം ആദ്യം പഠിത്തം പിന്നെ കണ്ടുപിടുത്തം. ഓക്കെ, ബാക്കി പറയാം. അപ്പൊ മറ്റേ ഇവനെയും കൂടെ കൊണ്ടുവന്നു, ഓവനെ കൂടെ കൊണ്ടുവന്ന് രണ്ടുപേരെയും കൂടെ നമ്മൾ ആദ്യം റിക്രൂട്ട് ചെയ്യാന്ന് ഇതാക്കി. ഓക്കെ, ഫൈനലൈസ് ചെയ്ത് നമ്മൾ ഈ പറയണത് പോലെ റിക്രൂട്ട്മെന്റ് എടുക്കാം എന്നുള്ള രീതിയിലായപ്പോഴത്തേക്കിന് ഓവൻ എന്തോ കൂട്ടുകാരെല്ലാവരും ഉള്ളിടത്തേ കളിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. വാവ്, കോമഡി. ഓ, നിനക്ക് ചിരി വരണമെങ്കിൽ ഷെഡിക്കകത്ത് നൂഡിൽസ് ഇടണമല്ലോ, ഞാൻ ഇപ്പൊ അടുപ്പത്ത് ചൂടാക്കാൻ പറ്റുന്നുണ്ട്, ഇപ്പൊ വരാം. എല്ലാത്തിനും സമയത്ത് നിനക്ക് ചിരി വരാനുള്ള കോമഡി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇറക്കാം, വരാം, വെയിറ്റ്. അപ്പൊ ഇതായിരുന്നു സംഭവം. അപ്പൊ ഓവന് ഈ പറയണത് പോലെ അവിടെ കളിക്കുക, കൂട്ടുകാരൊക്കെ അവിടെയാണ്, അതുകൊണ്ട് കൂട്ടുകാരുടെ കൂടെ പോയി കളിക്കാം എന്നുള്ള രീതിയിൽ അവിടെ പോയി KVക്കകത്ത് കയറുവാണെന്ന് പറഞ്ഞു. അപ്പൊ KVക്കകത്ത് കയറി അവരുടെ കൂട്ടത്തിൽ പോവാ എന്നുള്ളൊരു സംഭവം പറഞ്ഞു. അപ്പൊ അസൻസിയോ വീണ്ടും ഒറ്റയ്ക്കായി. അപ്പൊ അവൻ ഇങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഭയങ്കര ഡബിൾ മൈൻഡഡ് ആണ്, മറ്റേ ഇതാണ് എന്നുള്ള കാര്യമെല്ലാം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ റാവോടും പറഞ്ഞു, ഞാൻ അവനോടും പറഞ്ഞു, നീലിനോടും പറഞ്ഞ് നമുക്ക് നിർബന്ധിച്ച് കയറ്റേണ്ട ആവശ്യമില്ല, അവന് താല്പര്യം ഉണ്ടെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന കാര്യം. അപ്പോൾ അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് നാളെ തന്നെ 25 ലക്ഷം രൂപയുടെ ബൂട്ട് ക്യാമ്പ് വാടകയ്ക്ക് എടുത്ത് 10,000 റെന്റ് കൊടുക്കാം, 50 പേർക്ക് PC, 2 പേർക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് പൊതിച്ചോറ് എന്നൊന്നും ഞാൻ ഒരാളുടെ അടുത്തും വാഗ്ദാനം കൊടുത്തിട്ടില്ല. അങ്ങനെ വാഗ്ദാനം കൊടുക്കേണ്ട ഗതികേട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല, മനസ്സിലായോ? കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ അസൻഷ്യയുടെ അടുത്ത് കോളിൽ ക്ലിയർ ആയിട്ട് ഇന്ന് ഞാൻ അവനെ വിളിച്ച്, എനിക്കറിയാം ഇതൊക്കെ എങ്ങനെയൊക്കെ തിരിയുമെന്ന്, അതുകൊണ്ട് ഞാൻ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ വീഡിയോ ഇട്ടിരിപ്പുണ്ട്, അത് അവൻ ഇതിന് റിപ്ലൈ പറയുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അസൻഷ്യോ ഞങ്ങൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അസൻഷ്യോട് പറഞ്ഞു, അസൻഷ്യോ ഞങ്ങൾക്ക് PC ഒന്നും മേടിച്ച് തരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇതൊന്നും പറ്റത്തില്ല. ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ഇതുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നീല് അവൻ ഇവിടെ കയറി സ്ട്രീം ചെയ്തു, അവന് വേണ്ടുന്ന PC എടുത്തു. അതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി നിനക്കുണ്ട്. നമ്മുടെ ഓഡിയൻസ് കാണാൻ വരും, കിക്ക് പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ നിനക്ക് സ്ട്രീം ചെയ്യണമെങ്കിൽ സ്ട്രീം ചെയ്യാം. അതാണ് TVക്ക് തരാൻ പറ്റുന്ന ഏക കാര്യം എന്ന് അന്നും ഇന്നും ഞാൻ വരുന്ന പ്ലേയേഴ്സിനോടെല്ലാം പറയുന്ന കാര്യം ഇതാണ്, മനസ്സിലായോ? സ്വന്തമായിട്ട് ഏൺ ചെയ്യുക, അതാണ് കാര്യം, അതാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, അതാണ്. അല്ലാതെ വരുമ്പോഴേ PC കൊടുക്കുക, ഇതല്ല. ഇത് എന്റർടൈൻ ചെയ്യാൻ നമുക്ക് അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യം നമുക്കിപ്പോ കറന്റ് TVയുടെ ഇതിനകത്തില്ല. അതായത് തല്ല് കൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെയും ബൈ ചെയ്ത ആൾക്കാരെ കൊണ്ടുവരാൻ ഉള്ള ഇത് കാണും. പക്ഷെ നമുക്ക് അന്താരാഷ്ട്ര ലീഗ് കളിക്കാൻ പോകണ്ടേ PC ഒക്കെ? അതാ ഞാൻ പറഞ്ഞത്, PC ഒക്കെ കൊടുത്ത് മറ്റേ ഇതൊക്കെ മേടിച്ച് അങ്ങനെ. എടാ, നമ്മുടെ ഇവിടെ വന്ന് ഹാർഡ് വർക്ക് ചെയ്തവർക്കാണ് ഇതെല്ലാം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇവരെയൊക്കെ എത്ര നാളായിട്ട് TV കാണുന്നതാ? ഇപ്പൊ ഈ റീസെന്റ് നമ്മൾ എത്രയാണ് 8-9 PC, ഈ 9 PC ഒക്കെ ഇവർക്ക് കിട്ടിയത് എപ്പോഴാ? ഇത്രയും കാലം വന്നിരുന്ന് സ്ട്രീം ചെയ്തിട്ട്, അല്ലാതെ നേരെ വന്നിട്ട് ഞാൻ PC മേടിച്ചു തരാം, വീട്ടിൽ കറണ്ട് ബിൽ അടച്ചു തരാം, അങ്ങനെയല്ല. അതിന്റെ അത് വർക്കാവണതേ അങ്ങനെയല്ല. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു സാധനമാണ്. അപ്പം ഞങ്ങൾ അസൻസിയോടടുത്തും ഇത് ക്ലിയർ ആയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ഇതാണടാ കാര്യം എന്ന് പറഞ്ഞു. ഓക്കെ, അസൻസിയോ നമ്മൾ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും രാത്രിയിൽ വിളിച്ചിട്ട് ഇതുപോലെ ഡബിൾ മൈൻഡാ അതാന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്നേരം തന്നെ പറഞ്ഞായിരുന്നു നീലിന്റെ അടുത്ത്, എടാ ഞാൻ നീലുണ്ടോ ഇവിടെ? ഞാൻ നിന്റെ അടുത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, അന്നും പറഞ്ഞ കാര്യമാണ്. അവന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കളിപ്പിച്ചു, അത് നിർബന്ധിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. ഞാനിത് അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യമോ, കാരണം അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല ഗൈസ്, ഒരു സിനർജി ഇല്ലാതെ ഇത് കളിച്ചിട്ട് ഒരു കാര്യമില്ല. അതായത് അവൻ ബുദ്ധിമുട്ടി ആർക്കോ വേണ്ടി കളിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കൂല. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അസൻസിയോ ഓരോ ദിവസവും ഈ പറയണത് പോലെ ഇവിടെ വന്ന് VCയിൽ വന്നു കഴിഞ്ഞാൽ മെമ്പേഴ്സിന്റെ കൂടെ മ്യൂട്ട് ചെയ്തിരിക്കും, ഒരാളോട് സംസാരിക്കൂല. ഇത് കുറെ പേര് മൾട്ടിപ്പിൾ ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയാൻ തുടങ്ങിയപ്പോൾ, അതായത് നമ്മുടെ മെമ്പേഴ്സ് അങ്ങനല്ല. നിങ്ങൾ ഇവിടെ ഒരു റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ എ വീക്ക് അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു പ്ലെയർ കുറച്ചുകൂടെ ആക്റ്റീവായി സംസാരിച്ചൊക്കെ തുടങ്ങും. അസൻഷ്യോ ഞങ്ങൾ ആകെ സംസാരിക്കുന്നത് അവന്റെ ലൈവിൽ മാത്രമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. നമ്മളുമായിട്ട് യാതൊരു ഇത് ഹെയ്റ്റ് അല്ലേ ഗൈസ്, അവൻ്റെ അടുത്ത് ഹെയ്റ്റ് പറയുമല്ല. അവനൊരു ഇൻട്രോവേർട്ട് പോലത്തെ സെറ്റപ്പ്, അവനൊരു കംഫർട്ടബിൾ സോൺ ഇവിടെ തോന്നിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അതായത് നമ്മുടെ അടുത്ത് അവൻ ആ ഒരു കംഫർട്ടബിൾ സോൺ തോന്നിയില്ല. അവൻ ഭയങ്കര ഇതായിട്ട് മിണ്ടാതെ ഇരിക്കുമായിരുന്നു, ആരടുത്തും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, ഒന്നുമില്ല, ഇങ്ങനത്തെ രീതിയായി. അപ്പോഴത്തേക്കിന് ഞാൻ ഒരു ദിവസം അസൻഷ്യോ വിളിച്ചിട്ട് പറഞ്ഞു, അസൻഷ്യോ ഇത് എടാ കുറച്ചും കൂടി ഇതായിട്ട് ആക്റ്റീവായിട്ട് ഒക്കെ നിൽക്കുക, എല്ലാവരുമായിട്ടൊന്ന് നീ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇന്ററാക്ട് ചെയ്താൽ ശരിയാവും എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, മനസ്സിലായോ? ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ആക്കി ഇത് കഴിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു ദിവസം നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ വേറെ ഗ്യാങ്ങുകൾ അല്ലെങ്കിൽ വേറെ ആൾക്കാർ പർച്ചേസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള, ഞാനായിട്ട് ഈ ഗ്യാങ്ങിന് എടുത്ത് മാറ്റിയതാണ് അസൻഷ്യോ. അതിന്റെ കാരണം എന്താ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അതായത്
എനിക്ക് കുറച്ച് ദിവസം ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ KVL കുറച്ച് പ്ലേയേഴ്സ് പോകുമെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. അതിനൊരു കാരണമുണ്ട്. അത് ഇവന്മാർ പറഞ്ഞായിരുന്നു, ദാമു കളി നിർത്തിപ്പോയി, അതുകൊണ്ട് ദാമു കളി നിർത്തിപ്പോയത് കൊണ്ട് നമ്മൾ കളിക്കുവാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചേ കളിക്കുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. മനസ്സിലായോ? എല്ലാവരും ഒരുമിച്ചേ കളിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏകദേശം കാര്യം പിടികിട്ടി. KVL പ്ലേയേഴ്സ് ഇറങ്ങുവാണ്, ദാമു തിരിച്ചു വരുന്നു. അപ്പോൾ എന്തായാലും ഒബ്വിയസ്ലി ഇവനും പോകും. അപ്പം ഞാൻ നേരെ പോയി അസൻഷൻ എടുത്ത് ഞാൻ ബ്രാവോ എടുത്ത് പറഞ്ഞു, ബ്രാവോ എങ്ങനെയാണ് അവൻ ഇവിടെ കളിക്കാൻ താല്പര്യമുണ്ടോ? കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്നിട്ട് നാളെ ഗ്യാങ്, അതായത് ഏതോ ഒരു ഗ്യാങ് ഇന്ന് ഫോം ആയിരുന്നായിരുന്നല്ലോ, ആ ഗ്യാങ് ഫോം ആവുന്ന സമയത്ത് ഇറങ്ങി പോവുക എന്നുള്ള പരിപാടി നടക്കത്തില്ല. അത് വേണ്ടാന്ന് പറഞ്ഞ് അവന് പോണെങ്കിൽ ഇപ്പൊ പോവാം, അല്ലാതെ ഇവിടുന്ന് ഇത് ഇറങ്ങി പോയാലുള്ള മാസ് അടിക്കാൻ നമുക്ക് പറ്റൂല. നിനക്ക് ഏതാണോ കംഫർട്ടബിൾ അസൻഷിയോ നിനക്ക് അത് ചൂസ് ചെയ്യാം എന്ന് നേരെ അങ്ങോട്ട് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് അന്നേരം അവൻ പറഞ്ഞ് എനിക്ക് ആലോചിക്കാൻ സമയം വേണം, വൈകുന്നേരം വരെ സമയം വേണം എന്ന് പറഞ്ഞ് സ്റ്റോറി ഇടുന്ന നിങ്ങൾ ആലോചിച്ചാൽ ഒരു 9:20 ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ വന്ന് ലൈവ് ഇടാന്ന് വിചാരിച്ചിരുന്ന, എനിക്ക് വയ്യാഞ്ഞോണ്ടാണ് ഞാൻ ഈ പറയണത് പോലെ ഇടാഞ്ഞത്. അപ്പം ഈ സ്റ്റോറി ഇടുന്നതിന് തൊട്ട് മുമ്പ് അവൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് എന്താ എനിക്ക് അവന്മാരുടെ കൂടെ കളിക്കാനാണ് താല്പര്യം, ഞങ്ങൾ ഒരുമിച്ച് വന്നതാ, എനിക്ക് അവരാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ, ഞാൻ അവരുടെ അടുത്ത് പോവുക. റെസ്പെക്ട്, ഒരു പ്രശ്നമില്ല അസൻസിയോ. ഞാൻ അതിൽ ഇവിടെ വന്ന് ഞങ്ങളെ ഒരു രീതിയിലും അവ യൂസ് ചെയ്യാനും ലൂട്ട് ചെയ്യാനും നിന്നിട്ടില്ല. അത് ഞാൻ ഇപ്പോഴും പറയുക, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആ സ്ഥാനത്തിലേ ഒരു പ്രശ്നമില്ല. നിന്റെ കൂടെ ഒരുമിച്ച് കളിച്ച് വന്ന പ്ലേയേഴ്സിൻ്റെ അടുത്തോട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, അത് ഓക്കെയാണ്. അവിടോട്ട് നേരെ അവൻ അങ്ങനെ പോവാന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളായിട്ട് TV-ന്ന് കിക്ക് ചെയ്തതാണ്, TV-ന്ന് എടുത്ത് കളഞ്ഞതാണ്. ആൻഡ് ഈ പറയണത് പോലെ അസൻഷിയോയെ കൊണ്ടുവന്ന് നമുക്ക് കളിപ്പിക്കണം, അങ്ങനെ ഒരു പ്ലെയർ ഞങ്ങൾക്ക് വേണം. പോയാൽ ഞങ്ങൾക്ക് ബാഡാവും, ഞങ്ങൾക്ക് വിഷമമാവും. ഓരോരുത്തർ കർമ്മയെന്നും മറ്റും ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പം എനിക്ക് ചിരിയാ വരുന്നേ. ബ്രോ, നിങ്ങൾക്കാണ് പ്ലേയേഴ്സിനെ ആവശ്യം, നിങ്ങളുടെ ലീഡർമാരാണ് ലൈവ് ഇട്ട് കരയുന്ന, മണൽത്തരി പോയി ആളില്ല കളിക്കാൻ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളല്ല, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ഉണ്ട്. ഞാനിവിടെ അധികം ആയതുകൊണ്ട് മാറ്റി ഇടണേ. എനിക്കൊരു ലൈനപ്പ് ഇടാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് വരുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ലോസ് ഉള്ളത് പോലെയാണോ നിങ്ങൾ ഇത് സംസാരിക്കണേ? അത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ ബ്രോ, നിങ്ങൾ ഭയങ്കര ഈ ലൈവ് ഈ കുറച്ച് 2 ദിവസത്തെ കണ്ടന്റിലും കാര്യത്തിലൊക്കെ കണ്ടായിരുന്നു. എനിക്ക് മാനസിക പ്രശ്നമുണ്ട്, എനിക്ക് എന്തോ BP ആണ്, അസുഖമാണ്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഒരാൾ നമ്മളെ ഡെയിലി വിളിക്കുക, മറ്റേ ഗേൾ ഫ്രണ്ടിനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്ന പോലെ 3 മണിക്കൂറും 4 മണിക്കൂറും ഞാൻ എന്ത് ചെയ്യണം, ഈകളെ എന്ത് പ്രശ്നം ഇത്, ഞാനപ്പോൾ പൊട്ടനെ പോലിരുന്ന് പോട്ടെ ബ്രോ, ഇത് ഇങ്ങനെ ശരിയാവും, അത് ശരിയാവും, ഇത് ശരിയാവും എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്ന ഒരാൾ അറ്റ്ലീസ്റ്റ്, അതായത് ഈ ഇഷ്യൂ ഉണ്ടാകുന്നതിന് അടുപ്പിച്ചൊരു 3 ദിവസം 4 ദിവസം എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അറ്റ്ലീസ്റ്റ് എടാ എൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പം നമ്മളെ ഒരു വിഷെങ്കിലും എക്സ്പെക്ട് ചെയ്യുമല്ലോ ഇവരുടെ അടുത്ത് നിന്ന്. ഞാൻ കാണുന്നത് പുള്ളിയുടെ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ഈ പറയണത് പോലെ ഒരു ഹാപ്പി ബർത്ത്ഡേ കൊട്ട ചട്ടി ഇതൊക്കെയാണ് കാണുന്നത്. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത്ര ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ആൾക്ക്, ഈ പറയുന്ന പെർട്ടിക്കുലർ ആൾക്ക്. ഞാൻ മണ്ടനെ പോലെ ഇരുന്ന് എന്നിട്ട് ഞാനൊന്ന് കഴിഞ്ഞ ദിവസം വയ്യാന്ന് പറഞ്ഞ് സ്റ്റോറി ഇട്ട് ഇതാക്കിയിരുന്നപ്പോൾ പോലും മറ്റേ എനിക്ക് വന്ന് ഇൻബോക്സിൽ വന്നതും അതുപോലെ ചാറ്റിൽ വന്നതും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നതും BP കൂടി അഡ്മിറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നുവെച്ചാൽ ഇവരെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുക. ഞാൻ കൺവിൻസ് ആയിപ്പോടാ, സത്യം പറഞ്ഞാൽ ഞാൻ കൺവിൻസ് ആയിപ്പോയി അതിൽ, മനസ്സിലായോ? ഞാൻ അതിൽ ഭയങ്കരമായിട്ട് കൺവിൻസ് ആയിപ്പോയി. അതാണ് ഏറ്റവും വലിയ. വാട്ട് അബൌട്ട് നോക്കിയ OC ഡ്രാഗ് എന്നോ? ആര് നോക്കി? ഏത് നോക്കിയുടെ OC ഡ്രാഗ്? ഏത് നോക്കിയ? അതാരാ? ആര് ഡ്രാഗ്? നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആണോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അവിടെ? അവനായിട്ട് ഞാനും അറ്റാച്ച് ചെയ്തിട്ട് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആർപ്പിക്കാത്ത നടന്ന കാര്യമാണോ? അത് ആർപ്പിക്കാത്ത നടന്നതോ? പിന്നെ ഇനി ഞാൻ ഇവിടെ ഇരുന്ന് നിനക്ക് ഞാൻ ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ തരാം. ആ മോബിയോ ഇതാക്കിക്കോളും. പിന്നെ അല്ല ഇപ്പൊ അവനെ പറഞ്ഞ ഇപ്പൊ എന്താ പ്രശ്നം? അവ ആരാ? ജില്ലാ കളക്ടറോ? എന്ത് ഞാൻ എക്സ്പ്ലനേഷൻ തരണോ ഇനി? അല്ല അവനെ പറഞ്ഞു പറഞ്ഞ നീ എന്ത് ചെയ്യും? പിന്നെ പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരട്ടെ. അപ്പൊ ഇതാണ് ഇത്രയാണ് ഇത് സംഭവിച്ചത് ഈ അസൻസിയുടെ കാര്യത്തില്. അപ്പാ ബ്രാവോടെ ഉണ്ടോ? ബ്രാവോക്ക് എന്തെങ്കിലും പറയാണ്ടോ? പറഞ്ഞോ.
അല്ലാതെ ബ്രാവോ കണ്ടുപിടിച്ചോണ്ട് വന്നു അങ്ങനെ പ്രശ്നമല്ല. ബ്രാവോ സജസ്റ്റ് ചെയ്ത ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പോഴും ഇതിനകത്ത് ഉണ്ട്, നല്ല സക്സസ്ഫുൾ ആയിട്ട് കളിക്കുന്നുണ്ട്. മനസ്സിലായ ബ്രാവോ? പറഞ്ഞോ നീ പറഞ്ഞിട്ട് അത് ഇതാക്കിയോ. എനിക്കൊന്നുമില്ലായിരുന്നു കളി. അന്ന് അവരുടെ ഗ്യാങ് നിർത്തുമായിരുന്നു പറഞ്ഞ്. സോ നല്ല പൊട്ടൻഷ്യൽ ഒരു പ്ലെയർ ആയിരുന്നു. ഞാനപ്പോൾ അതെന്താ നിന്നോട് പറഞ്ഞത്, വേണമെങ്കിൽ നമുക്ക് എടുക്കാമെന്ന്. അത് കഴിഞ്ഞ് ഞാനും അത് വിട്ട്. അതിനുശേഷം പിന്നീട് ഇതേപോലെ നീലിലെടുക്കുകയാണെന്ന് തോന്നുന്നു. അവൻ പറഞ്ഞത് കയറാൻ താല്പര്യമാണെന്ന് പറഞ്ഞതിൻ്റെ പേരിലല്ലേ നമ്മളിത് സംസാരിച്ച് തുടങ്ങുന്നത് രണ്ടാമത്. ഇതിൽ ഇപ്പം നീ പറഞ്ഞൊക്കെ തന്നെ നമ്മൾ ആർക്കും ഒരു വാഗ്ദാനവും കൊടുത്തിട്ടില്ല. കാശ് തരാം, അത് തരാം, ഇത് തരാന്നൊന്നും പറഞ്ഞിട്ടൊന്നും. ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്ന് കൺഫസ് ചെയ്ത അതിലേക്ക് ഞാൻ വരാം. അതോട് പറയാം. അത് നമ്മൾ പറഞ്ഞ ഇത്ര ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ട്രീം ചെയ്യാം, ക്ലിക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് സ്ട്രീം ചെയ്താൽ, അതായത് സ്വന്തം കഴിവിൽ സ്വന്തം ഹാർഡ് വർക്കിൽ കയറി വരാം. മനസ്സിലായോ? അല്ലാതെ നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല അതിൽ. അപ്പൊ അങ്ങനെ ഒരു ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളായിരുന്നു അവരുടെ. അതാണ് പറയാനുള്ളത്. പിന്നെ പോയതിൽ കാര്യമൊന്നുമില്ല. ഇവിടെ കളിക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ഇഷ്ടം, എവിടെ കളിക്കണോ എന്നുള്ളത്. ഇവിടെ കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് അങ്ങനെ പ്ലെയറിന്റെ ആവശ്യമില്ല. നമ്മളപ്പം തന്നെ അത് റിമൂവ് ചെയ്യുകയും ചെയ്തല്ലോ. ചാറ്റ് ക്ലിയർ ചെയ്യണ്ട. അത് ആരെ ചാറ്റ് ക്ലിയർ ചെയ്യണം? ചാറ്റ് ക്ലിയർ ചെയ്യണ്ട. അപ്പൊ ഇതാണ് മെയിൻ ആദ്യത്തെ കുറച്ച് കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം. സോ നിങ്ങള് കുറച്ച് ആൾക്കാർ പറഞ്ഞായിരുന്നു ദാമു പി എടുക്കുന്നില്ല, ഇതാക്കുന്നില്ല, ഒന്നൊന്നും പറഞ്ഞ് ഭയങ്കര മാസടിയൊക്കെ ഞാൻ കണ്ടായിരുന്നു. സോ ഇനിയാണ് സ്റ്റോറി. ഇനി എന്താണെന്ന് കാര്യം ഞാൻ പറഞ്ഞുതരാം. ദാമു പിയെ ഫ്ലഫി ബോയ് ഇൻവൈറ്റ് ചെയ്ത് ഈ പറയുന്ന എന്തോ RCCയോ എന്തിനകത്താണ് RZ1 അതിനകത്ത് കളിക്കാൻ RZ7 കളിക്കാൻ വേണ്ടിയിട്ട് ഫ്ലഫി ബോയ് ഇൻവൈറ്റ് ചെയ്തപ്പോഴത്തേക്കിന് അവന് കളിക്കാൻ ഇവിടെ വരുവാണെങ്കിൽ ഒറ്റയ്ക്ക് കയറാൻ പറ്റത്തില്ല, ബാക്കിയുള്ളവരും കൂടെ വരാം എന്നുള്ള രീതിയിൽ ഇതാക്കിയിട്ട് അവിടുന്ന് ഇറങ്ങി വന്നതിൻ്റെ കൂട്ടത്തിൽ KVക്കകത്ത് കയറിയ ആൾക്കാരെയും ഇറക്കി. അതിൻ്റെ കൂട്ടത്തിൽ ഉറപ്പായിട്ടും അവന് അസൻസിയോയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇവന്മാരുടെ കൂടെ ഒരുമിച്ച് കളിക്കാനാണ്. സോ അസൻസിയോ ഇറങ്ങി. ഇതാണ് സ്റ്റോറി, ഇതാണ് റിക്രൂട്ട്മെന്റ്സ്. മനസ്സിലായ? ഇതാണ് റിക്രൂട്ട്മെന്റ്സ്, ഇതാണ് അവരുടെ പ്ലാൻ. ഇതിന്റെ കൂട്ടത്തിൽ പിന്നീട് ഒരാളോട് ജോയിൻ ചെയ്യും. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മനസ്സിലാവും. ആൻഡ് ഈ ഒരു റിക്രൂട്ട്മെന്റ് സെനാറിയോയിലേക്ക് ഇതിനകത്തോട്ട് വിളിച്ചിട്ട് പ്ലേയേഴ്സ്, എടാ നീ വന്ന 1,30,000 രൂപ തരാം, കിക്കിന്റെ എഗ്രിമെന്റ് സെറ്റാക്കി തരാം, നിനക്ക് PC വേണേ PC സെറ്റപ്പ് ചെയ്ത് തരാം, ഇതെല്ലാം ചെയ്യാതെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് TVയിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർക്ക് വരെ ഇൻവിറ്റേഷൻ വന്നു. മനസ്സിലായ? TVയിൽ നിന്ന് ഇറങ്ങി ഇതെല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവരൊരു കാര്യം മനസ്സിലായത്. ഗ്യാങ് ഇല്ല ഇവിടെ ഗ്യാങ് ഇല്ല. മനസ്സിലായി? ഇവിടെ ഗ്യാങ് ഇല്ല. അത് അങ്ങനെ ഒരു ചെറിയ പറ്റിപ്പോയി. ഇറ്റ്സ് ഓക്കെ, എന്നാലും ശരിയാവും. പറഞ്ഞു വരുന്നത് അതിനെ പറ്റിയാണല്ല ഞാൻ. എന്നിട്ട് ഇതുപോലെ എല്ലാവരെയും വിളിച്ച് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇതായിരുന്നു സെനാറിയോ. ബ്രോ, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട് ഈ അസൻസിയോ പോയതിൽ ഞാൻ നെഞ്ചു പൊട്ടി വേദന എടുത്ത് TVയിൽ നിന്ന് ഒരാൾ പോയല്ലോ, ഈഗോ, മറ്റേ മണി പർച്ചേസ് എന്നൊക്കെ പറഞ്ഞ്. എടാ നീയൊക്കെ പർച്ചേസ് ചെയ്തവന്മാരൊക്കെ എന്ത് ചെയ്യുന്നു കണ്ടോ? അപ്പുറത്തിരുന്ന് നിന്നെയൊക്കെ തന്നെ ഇളക്കി വിളിക്കണം. വേറെ അതിനൊക്കെ ഏറ്റവും വലിയ കോമഡി ഞാൻ പറയാൻ കഴിച്ചു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, അമ്പി എന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതൊരു ആളാ. അതൊരു അമ്പി ഈക്വൽ ടു ഒരാളാ. അത് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും. ഞാൻ പറയണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞ ഓർമ്മയുണ്ടോ, മറ്റേ PK മാരി അവൻ ഒരു പാവം, അവനടുത്ത് ഒന്ന് പാവൻ ചെറുക്കൻ, ജനിച്ച കുഞ്ഞിന്റെ മനസ്സ്, ഇങ്ങനെ പറഞ്ഞ ഒരാള് ഞാൻ നോക്കിയപ്പോ ഇന്നലെ പറയുവാണേ അവനാണ് ഈകളുടെ പെണ്ണേഴ്സ് തപ്പിപ്പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട്, ഞാൻ പറഞ്ഞ അതേപോലെ അവ അനുസരിച്ച്. ഞാൻ കേട്ടിട്ട് കിളി പോയിട്ട് എന്റെ കേട്ടിട്ട് കിളി പോയി. ഞാൻ വേറെ ആരോടെ പറയാൻ കഴിച്ചു. ഞാൻ സത്യം പറഞ്ഞ ഇവരിങ്ങനെ ഇരുന്ന് ഇപ്പൊ അടി ഉണ്ടാവുന്ന കാണുമ്പോ എനിക്ക് ചിരി വരുന്നു. ഈ റൂമിൽ വെച്ച് ഇവിടെ വെച്ചിട്ട് എന്നെ ഒരാൾ പരിചയപ്പെടുത്തി തരുവാട്ടോ. ബ്രോ, ഇവനെ എന്റെ കൂടെ ഈ ചങ്കിനകത്തുണ്ടായിരുന്നു ഇത്രയും നാള്. ഇവനെ എന്റെ കൂടെ എല്ലാത്തിനും ഉണ്ട്. എല്ലാത്തിനും എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവനെ പറയുമ്പോ എനിക്ക് ദേഷ്യം വരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇവനെ നിങ്ങൾ പറയുമ്പോ ദേഷ്യം വരുന്നത്. എനിക്ക് അത്രയ്ക്ക് നോവ് ഇവിടെ എന്ന് പറഞ്ഞ ആള് ഞാൻ നോക്കിയപ്പോ പുള്ളി ഇരുന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കണെന്ന്. ഇവര് രണ്ടുപേരും രണ്ട് ചേരിയായി. മനസ്സിലായോ?
എടാ എന്നിട്ടും നിങ്ങൾ ഇതിനകത്ത് എങ്ങനെ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയും, ഓഫ്ലൈൻ സംസാരിക്കുന്ന കാര്യമേ അല്ല നിങ്ങളുടെ ഈ സ്ക്രീനിൽ വന്നിരുന്ന് ഇവർ പ്രസന്റ് ചെയ്യുന്ന ഒരു മുഖം എന്ന് പറയണത്, മനസ്സിലായോ? എല്ലാ കാര്യവും ഭയങ്കര സിമ്പിളായിട്ട് പ്രസന്റ് ചെയ്യും ചിരിച്ചുകൊണ്ട്. അതായത് ഇപ്പൊ എന്തെങ്കിലും പോക്കൃത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ നേരെ വന്നിരുന്ന് ക്യാമറ നോക്കി, എടാ ഞാൻ അന്ന് അവളെ മറ്റേ നരമോളെ വിളിച്ചായിരുന്നു, അതിപ്പോ അവക്ക് പ്രശ്നമില്ല, വേറെ ആർക്ക് പ്രശ്നം. എന്നിട്ട് ഞാൻ അടുത്ത ദിവസം ഇങ്ങനെ ഇത് കണ്ടിട്ട് അടുത്ത ദിവസം കാണുമ്പോ ഉണ്ടല്ലോ, ഞാൻ നോക്കിയപ്പോ സിറ്റിയിലെ ഏതോ ഒരു സിറ്റിസൺസിനെ, ഹീസ് എ ജെന്റിൽമാൻ, സിറ്റിയിലെ ഏതോ ഒരു സിറ്റിസണിനെ പെങ്കൊച്ചിനെ, എടാ പെങ്കൊച്ചിന്റെ അടുത്തൊന്നും പറയല്ലടാ, ഓഫ്ലൈനിൽ ഇരുന്ന് എന്തും പറയാം, ഓഫ്ലൈനിൽ ഇരുന്ന് എന്ത് അപരാധവും പറയാം, എന്ന് വെച്ചാൽ എന്ത് പോകൃത്തരം തമ്മി എന്നിട്ട് നാട്ടുകാരുടെ പെണ്ണ് കേസ് കഞ്ചാവ് കേസ് എല്ലാം തപ്പിപ്പിടിക്കണം. ഒരു ഗെയിമിൽ അങ്ങ് തീർത്താ പോരെ, എന്തിനാണ് ഇത്രയും ഇതിലോട്ട് പോണേ? എന്നിട്ട് ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെ എന്നോട് സംസാരിച്ചിട്ട് ബ്രോ എന്നെ ഒന്ന് വിളിക്കൂ, എന്റെ അടുത്തൊന്ന് വിളിച്ചൊന്ന് കാര്യം പോലും പറയാതെ അലക്സിന്റെ കേസിലൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇതാക്കിയെന്ന് ഇവരൊക്കെ പറയുന്നുണ്ട്. ഇവര് പറയാണെന്ന് വെച്ചാൽ എന്താ, ഏതു ഇവിടെ മറ്റേ അവിടേക്ക് കിട്ടാത്തോണ്ട് അലക്സിനെ ഇവിടെ തള്ളിക്കയറ്റി തന്നതാണെന്ന്. ബ്രോ എന്താ നിങ്ങൾ പറയണേ? ഇന്ന് ടി വിക്കകത്ത് കളിക്കുന്നതിൽ മോസ്റ്റ് ഓഫ് ദ മാസിലെ പ്ലേയേഴ്സിനെ എല്ലാം സജസ്റ്റ് ചെയ്തത് സേതു തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. സേതു ഞാനും തമ്മിൽ നിന്നേക്കാളൊക്കെ വലിയ വിളി വന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് വെളിയിൽ ഇറങ്ങുമ്പോൾ അവനെ മര്യാദയ്ക്കൊന്ന് സംസാരിക്കാൻ ഇതൊക്കെ അറിയാം. അവൻ ഗെയിമിന്റെ പേരിൽ എല്ലാ അപരാധവും പറയും സേതു. എനിക്കറിയാം സേതുവിനെ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഗെയിമിന്റെ പേരിൽ ഓഫ്ലൈനിലായാലും അവൻ അപരാധം പറയും, പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ഇതില്ല. ഇന്ന് മാസിൽ എത്ര പ്ലേയേഴ്സ് ഉണ്ടാ ടി വി എന്ന് ഞാൻ പറയട്ടെ. വില്ലമോന്, ഇറ്റാച്ചി, സ്നൈപ്പ്, പിന്നെ വേറെ ആരൊക്കെയാടാ, കിണ്ടി, ഇവരെയൊക്കെ പിന്നെയും കിണ്ടിയൊക്കെ പിന്നെയും ഞാൻ SMG സമയത്ത് എടുക്കുന്നത്. ഇവരെ എല്ലാം എല്ലാ സമയത്തും സേതു തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. OG മെമ്പേഴ്സ് ആയിട്ട് OG വ്യൂവേഴ്സ് ആയിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ സേതു ഒക്കെ വിളിച്ച വിളിയുടെ 1/3 ഇപ്പൊ വിളിയായിട്ടില്ല. ആഷ്, അലക്സ്, അല്ല കുറെ പേരുണ്ട്, പ്രൊഫസർ, ഒത്തിരി പേരുണ്ട്, ഞാൻ പറയാം. അങ്ങനെ കുറെ പേര് മാസ് പ്രൊഡക്ട്സാ. അതിന്ന് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്, മനസ്സിലായ? പിന്നെ ഞാൻ പറയണമെന്ന് പറഞ്ഞ, അന്ന് പറഞ്ഞായിരുന്നു ഒരു പയ്യന് നമ്മൾ ഇവിടുന്ന് ഒരു പെർമനന്റ് ബാൻ കൊടുത്തായിരുന്നല്ലോ. ആ പയ്യനൊക്കെ ഇപ്പൊ കുണ്ണിയായിപ്പോ വീണ്ടും പ്രശ്നക്കാരനായി അവൻ. ഞാൻ അതേ പറഞ്ഞു അവൻ കള്ളനാണെന്ന്. ഇപ്പൊ അങ്ങനെയായി അതൊക്കെ. നിങ്ങൾ ഈ ഓൺലൈൻ ഞാൻ നിങ്ങളടുത്ത് പറയണ കാര്യം ഇതാണ്, മനസ്സിലായ? ഈ ഓൺലൈനിൽ വന്ന് ഇവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി പ്രസന്റ് ചെയ്യുന്ന കാര്യം പിടിച്ചുകൊണ്ട് അടി ഉണ്ടാക്കുന്നത് നിങ്ങളാണ് ഏറ്റവും വലിയ മണ്ടന്മാര്. ഞാൻ ഇപ്പോഴും പറയാം നിങ്ങളോട്, എനിക്കിതിൽ ഞാൻ എല്ലാവട്ടം പറയണ കാര്യമാണ് നിങ്ങളോട്, ഇതിനു വേണ്ടി തമ്മിത്തല്ലാൻ പോലെ എന്ന്. ഇവന്മാർ ഈ ഓൺലൈനിൽ ഇവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി മാത്രം വന്ന് പറയണ സാധനമാണ്. ഇത്രയും നാള് എടാ ഒരു ആഴ്ചയല്ല അവള്, ഇത്രയും നാൾ ഒരുമിച്ച് നിന്നവന്മാർ ഇപ്പൊ തമ്മിലടിയായി, ഇപ്പൊ അടിയായി, ഇതായി BPS ആയി. സമ്മതിക്കുക. എടാ നിന്നെയൊക്കെ ഇങ്ങനെ വളർത്തിയേക്കോ, മനസ്സിലായോ? നിന്നെയൊക്കെ ഇങ്ങനെ ഫീഡ് ചെയ്ത് വളർത്തിയേക്കോ, ഇങ്ങനെ പറയണം. ഞാൻ വേറൊരു കാര്യം അല്ല അത് കാണിച്ചു തരാം. ഇങ്ങനെ ആയിപ്പോയി നീയൊക്കെ കണ്ട് മുരടിച്ചു പോയതാ. ഞാൻ അതുകൊണ്ടൊരു കാര്യം തീരുമാനിച്ച്, മനസ്സിലായി? അതായത് നിന്റെയൊക്കെ ഏതെങ്കിലും ഒരു ഗ്യാങ് TV പോലെ ഒരു 5-6 വർഷം കഴിയുന്ന സമയത്ത് TV 11th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് നിനക്കൊക്കെ റിപ്ലൈ തരാം. അന്ന് നീയൊക്കെ ഞങ്ങളുടെ ലെവലിൽ വരുവാണെങ്കിൽ, മനസ്സിലായ? ഇനി ഇതിന്റെ അപ്പുറത്തോട് നിനക്കൊന്നും ഒരു റിപ്ലൈ ഇല്ല. നീയൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ എന്ന് തല്ലുകൊണ്ട കണ്ടികളാ. ഞങ്ങൾക്ക് താഴെ കിടക്കുന്ന ഞങ്ങളെ അടിക്കാൻ വേണ്ടി നാട്ടുകാർക്ക് മൊത്തം പൈസ ഓഫർ ചെയ്ത് പിള്ളേരെ റിക്രൂട്ട്മെന്റ് എടുക്കുന്ന ഒരു തീട്ടമാണ്, ഒരു തീട്ടം ഗ്യാങ്ങാണ് നിങ്ങൾ. അത് മനസ്സിലാക്കണം, മനസ്സിലായ? കമ്മ്യൂണിറ്റി നന്നാക്കാൻ നീയൊക്കെ വന്നിട്ട് നീയൊക്കെ കമ്മ്യൂണിറ്റിയിൽ എന്താടാ ചെയ്തു കൂട്ടണേ? കമ്മ്യൂണിറ്റിയിൽ ഇരുന്നവരെ പറ്റി, ഓഫ്ലൈൻ പെണ്ണുങ്ങളെ പറ്റി തന്തലാഴി പറയാ, മറ്റേ പോക്സോ, കഞ്ചാവ്, ഇതെല്ലാം വന്ന നീയൊക്കെയാണോ കമ്മ്യൂണിറ്റി നന്നാക്കാൻ വന്നവന്മാര്? ആണോ? നീയൊക്കെയാണോ കമ്മ്യൂണിറ്റി നന്നാക്കാൻ വന്നവന്മാര്? നിന്റെയൊക്കെ വലിയ വർത്താനം. നീയൊക്കെ അന്ന് ഭയങ്കര ഭീഷണി മുഴക്കായിരുന്നല്ലോ. നിന്റെ മറ്റേ പ്രതിമയിലുള്ള അണ്ണം വന്നു കഴിഞ്ഞാൽ എന്റെ കരിയർ എന്തായി പോകുന്നു. നിന്റെ പ്രതിമയിലുള്ള അണ്ണ ഒളിവിലായിട്ടോ. അവന്റെയൊക്കെ ഓരോ ഭയങ്കര ഭീഷണിയായിരുന്നു. എന്റെ ഇൻബോക്സിൽ ഭയങ്കര ഭീഷണിയായിരുന്നു. പുള്ളി വന്ന് എന്നെ എന്തോ ചെയ്തു കളയും, എന്തോ ഇതാക്കി കളയാന്നൊക്കെ. അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതൊക്കെ നിന്റെ, എനിക്ക് അത്രയ്ക്ക് തരം താന്ന് ജീവിക്കേണ്ട ആ ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. എനിക്ക് അതൊന്നും സപ്പോർട്ട് ചെയ്യാനും ഒരു താല്പര്യമില്ല, മനസ്സിലായ? ഇത്രയ്ക്ക് തരം താഴണ്ട ഒരു ഗ്യാങ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പറയാണ് ഗൈസ്, എനിക്കുണ്ടല്ലോ ഒന്നും മിണ്ടാതെ നേരെ വന്ന് 30 ദിവസം സ്ട്രീം ഇട്ടാൽ ഞാൻ കോടീശ്വരനാ. 30 ദിവസം, 1 മാസം സ്ട്രീം ഇട്ടാൽ ഞാൻ കോടീശ്വരനാ. ഒരു വർഷത്തിൽ ഞാൻ കോടീശ്വരനാ. എനിക്ക് അതേ പറയുള്ളൂ. ഞാൻ എത്ര ദിവസം സ്ട്രീം ഇടും? ഒരു മാസത്തിൽ ഞാൻ 1 മാസത്തിൽ എത്ര ദിവസം സ്ട്രീം ഇടും?
ഞാൻ കൂടിപ്പോയ ഒരു 7, 8, 5, 6 സ്ട്രീം മാക്സിമം കൂടിപ്പോയി ഇടും. എനിക്ക് പൈസ ഉണ്ടാക്കാനും മറ്റേതുണ്ടാക്കാനും ഇമാതിരി തെണ്ടിത്തരങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് മര്യാദയ്ക്ക് പോയാൽ മതി. അപ്പൊ എനിക്ക് അത് ആ പറയണത് പോലെ അതിന്റെ മുകളിലോട്ട് ഈ കാര്യങ്ങളൊന്നും കൊണ്ടുപോകേണ്ട കാര്യം എനിക്കില്ല. അതാദ്യം മനസ്സിലാക്കണം ബ്രോ. നമ്മൾ ഈ ഗ്യാങ് ബിൽഡ് ചെയ്തതിന് ഒരു ബേസ് ഉണ്ട്. ആ ബേസ് എന്താന്ന് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കരുതലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ സഹായവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ടാ. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ക്യാമറ ഓൺ ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചിരുന്ന് കാണിച്ച ഫ്രണ്ട്ഷിപ്പ് അല്ലത്. അപ്പൊ ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് പല ആൾക്കാരുടെയും പല രീതിയിലും ഉണ്ട്. അത് നിങ്ങളുടെയൊക്കെ ഞാനത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു വിഗ്രഹം ഉണ്ടല്ലോ, അതങ്ങ് ഉടഞ്ഞു വീഴും. അത് ചില ആൾക്കാരുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയണത് പോലെ മിണ്ടാതിരിക്കുന്നത്. ഇപ്പൊ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നത്. അത് ഞാൻ പറയുന്നില്ല, എന്നെ കൊണ്ടത് പറയിക്കരുത്. അത് പക്ഷെ ഉടനെ പറയേണ്ട ഗതികേട് വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് പറയണമെന്ന് തോന്നി. അപ്പൊ പിന്നെ വേറൊരു കാര്യമുണ്ട്. നീയൊക്കെ ഇനി വെളിയിൽ നിന്ന് പറയുമായിരിക്കും സെർവറിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ. സെർവറിൽ ഇൻഫ്ലുവൻസ് ഉണ്ടടാ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് KV കളിക്കാൻ വേണ്ടി അപ്പാപ്പൻ ഉണ്ടാക്കിയ സെർവറാടാ. എന്താ പ്രശ്നം നിനക്കൊക്കെ? നിനക്കൊക്കെ അത്രയ്ക്ക് ഗതിയോടെ വേറെ സെർവറിൽ പോയി കളിക്കടാ. പോയി കളിക്കും. നിന്നെയൊന്നും കേട്ടുന്നില്ല. എന്ത് ചെയ്യും നീയൊക്കെ? നിനക്കൊന്നും ചെയ്യാനില്ല. അവിടെ ഇരുന്ന് ലൈവിലിരുന്ന് 2 വാക്ക് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോകാനേ ഉള്ളൂ. പോയി 10 ദിവസം കഴിയുമ്പോൾ തീരും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിന്റെയൊക്കെ കൂടെ കളിക്കുന്ന എല്ലാ അവന്മാരുടെയും പേരിന് മുമ്പുണ്ടായിരുന്ന അക്ഷരങ്ങൾ മാറി വന്നിട്ടുണ്ട്. അത് മാറാത്ത ഒരുത്തനാ ഞാൻ. മനസ്സിലായ? അത് ഇങ്ങനെ കൊണ്ട് നിർത്താൻ അറിയാമെങ്കിൽ എനിക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനും അറിയാം. നീയൊക്കെ അവിടെ പോയി അവന്മാരുടെ അടുത്ത് ഇരുന്ന് കരഞ്ഞാൽ മതി, എൻ്റെ അടുത്ത് വന്ന് കരയണ്ട. അത് അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ഈ പണ്ട് തൊട്ടേ ഞാനിപ്പോ എക്സാമ്പിൾ പറയാടാ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോക്കിയാൽ മതി. പണ്ടത്തെ പ്ലേയേഴ്സിനെ എടുത്തോ. പണ്ടത്തെ പ്ലേയേഴ്സ് ആരെങ്കിലും ഒക്കെ എടുത്ത് ഓരോരോ പ്ലേയേഴ്സിനെ എടുത്തോ. അവരുടെ എല്ലാം ടാഗില് ഈ പറയണത് പോലെ അവരുടെ ഓരോ നെയിം ഉണ്ടാവും. അതല്ല. ആ സമയത്ത് ഒപ്പോണന്റ് TV ചെയ്യുക, ഈ സമയത്ത് ഒപ്പോണന്റ് TV ചെയ്യുക. പക്ഷെ ആ ഗ്യാങ്ങുകളിൽ നിന്ന് മനസ്സിലായി. ഈ ഒപ്പോണന്റ് ആയിട്ട് നിന്ന ഗ്യാങ്ങുകൾ ഇന്നില്ല. പക്ഷെ ഇപ്പോഴും അന്നും ഇന്നും ഒപ്പോണന്റ് ആയിട്ട് ഞങ്ങളുണ്ട് ഇവിടെ. മനസ്സിലായ? അതാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം. അതിൽ കൂടുതലൊന്നും നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റത്തില്ല. അതൊക്കെ പബ്ലിക് വെല്ലുവിളിയാണ്. ഞാൻ എന്താ ഇങ്ങനെ പറയും, നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റൂല ഇങ്ങനെ ഒരു സാധനം ബിൽഡ് ചെയ്യാൻ. അത് നീയൊക്കെ വിചാരിക്കുന്ന രീതിയിൽ പറ്റില്ല. എടാ നേരെ വന്ന് 2 ഗ്യാങ് വാർ അടിച്ച് ജയിച്ചിട്ട് മറ്റേ വീഡിയോ ഇടുന്നതല്ല നീ പറയണ സാധനം. നിങ്ങളൊക്കെ പറയുന്ന സാധനം ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. ഇത്രയും നാള് നമ്മുടെ കൂട്ടത്തിലുള്ള പ്ലേയേഴ്സിനെ അടക്കം നമ്മൾ അവർക്കൊരു കരിയറും ഇതുമെല്ലാം സെറ്റാക്കി കൊണ്ടുവന്ന് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി കൊണ്ടുവന്നതാണ് ഞാൻ പറയണ കാര്യം. അല്ലാതെ നിന്റെയൊക്കെ പോലെ നീ മറ്റേ വാറുണ്ടാക്കിയിട്ട് സിനിമാറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ജയിച്ചു. KV 2 വട്ടം തല്ലിയപ്പോഴത്തേക്കിന് KV ഒക്കെ മുകളിലായെന്നാണ് അവരുടെ വിചാരം. എവിടെടാ നീയൊക്കെ? ആരൊക്കെ പോയാലും പോയില്ലേലും അവർ ആ ഗ്യാങ് ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിന്റെയൊക്കെ കഴിഞ്ഞ ആഴ്ചത്തെ പേരാണ് ഈ ആഴ്ചത്തെ. ഒരു വാർ ജയിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിനെ പറ്റി. അല്ല അത് അങ്ങനെ ആയി ഇപ്പം. അതിന്റെ കൂടെ കൂട്ടുപിടിക്കാൻ മറ്റേ 5ാം ക്ലാസ്സിലെ പിള്ളേർ കഴിഞ്ഞ ആഴ്ച ഒരുത്തിനെ അച്ഛാന്ന് വിളിച്ചിട്ട് ഈ ആഴ്ച അടുത്ത ആളെ അച്ഛാന്ന് വിളിക്കുന്നത്. എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന ഇന്നലെ വരെ ബായി എന്ന് വിളിച്ചവനെ ഇന്ന് പോയി ഉണ്ണെന്ന് വിളിക്കുന്നത്. സത്യം കാണുന്ന കാര്യമാണ് ഇപ്പം. എടാ ഞാൻ ഇൻസ്പയർ ചെയ്ത് തുടങ്ങിയ ഗ്യാങ് പോലും ഒന്നുമില്ല. മനസ്സിലായോ? ഞാൻ അതിലും അവിടെ വരെ കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇതിൽ കൂടുതൽ നിന്നെ ഒന്നും കൊച്ചു പിള്ളേരെ എനിക്ക് ബോധിപ്പിക്കാൻ പറ്റത്തില്ല. ഇന്ന് വരും മറ്റേ ഞാൻ പറയാം, എൻ്റെ ഇൻബോക്സിൽ കാണണേ ഗൈസ്. എൻ്റെ ഇൻബോക്സിൽ മറ്റേ ഇങ്ങനെ മൂക്കിനകത്ത് ഇങ്ങനെ കൈയിട്ടത്, മുഖം കാണത്തില്ല, ഇങ്ങനെ മൂക്കിൽ ഇങ്ങനെ കൈയിട്ട് മേലോട്ട് ഇങ്ങനെ വെക്കുന്നത്, പിന്നെ ഇങ്ങനെ വെക്കുന്നത് എല്ലാം ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ പിന്നെ ഇതായി പോകട്ടാ. ഇങ്ങനത്തെമാരൊക്കെ വരുന്നത് എല്ലാം ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇവന്മാരെ വന്നിട്ട് പറയുള്ളൂ ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതാ കാണണേ. കാണുമ്പോ തന്നെ ചിരി വരും. ഞാൻ ഇന്നലെ അസൻസിയുടെ കാര്യം ഇങ്ങനെ സ്റ്റോറി ഇട്ടപ്പം ഐ നീഡ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എടുത്തു നോക്കിയപ്പോ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു ചെറുക്കൻ, അവൻ ഏതോ ബൈക്കിന്റെ മണ്ടേ കയറാൻ വേണ്ടി സ്റ്റൂൾ എടുത്ത് ബൈക്കിനോട് ചേർത്ത് വെച്ചിരിക്കുക. അവന് ഞാൻ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടില്ലേ, സ്റ്റോറി ഇട്ടത് ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ
എനിക്കൊരു പയ്യൻ കൊണ്ടുവന്നിട്ട് ഈ പറയണത് പോലെ ഷെയ്ക്കിന്റെ ഗ്രൂപ്പില് ഒരു പയ്യൻ വന്നിട്ട് ഞാനേ ഈ ഈഗിളിന്റെ DME പോയിട്ട് ഞാൻ നല്ല വിളിക്കാൻ പോവാ. അവന്റെ ലൈവ് കാണുമ്പോ എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു വരും, ഇവനെ കാണുമ്പോ തന്നെ എനിക്ക് ചൊറിഞ്ഞു വരും എന്ന് പറഞ്ഞിട്ട് ഇവൻ ഓടി വിട്ടു കേട്ടോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ സ്ക്രീൻഷോട്ട് ഞാൻ ചുമ്മാ അന്നേരം ആ സ്ക്രീൻഷോട്ട് കണ്ടപ്പം ഞാൻ ആ നമ്പറിൽ വിളിച്ചപ്പോൾ 2 വട്ടം വിളിച്ചപ്പം ഇവൻ കട്ടാക്കി കേട്ടോ. കട്ടാക്കിയപ്പം ഇവൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയുവാ പ്രൂഫ് കാണിക്കാനോ? ഓ കാണിക്കാം. ഓ പിന്നെന്താ ഈ പ്രൂഫ് എന്ന് ചോദിക്കുന്ന ആരാന്ന് അറിയാലോ നിങ്ങക്ക്. ബാങ്ക് ബാലൻസ് തൊട്ട് മറ്റേ വീട്ടിലെ എല്ലാം നിന്റെയൊക്കെ മെസ്സേജ് കണ്ടറിയാം നീയൊക്കെ എവിടുന്നാ വരുന്നതെന്ന്. ബാങ്ക് ബാലൻസ് കാണിക്കണം, വീട്ടിൽ ഇത് മേടിച്ച ഷഡ്ഡി അലക്കിയിട്ടുണ്ടോ ഷഡ്ഡി അലക്കുന്നത് കാണിക്കണം. അങ്ങനത്തെ അവന്മാരാണ് നീ, മനസ്സിലായ? അങ്ങനത്തെ കുറച്ച് അവന്മാരാണ് നിന്നെയൊക്കെ ഇത് ഞാൻ വോയിസ് കേൾപ്പിച്ചു തരാം. ഇവൻ കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ടല്ലോ, ഞാൻ കേൾപ്പിച്ചു തരാം. അവന്റെ എനിക്ക് കോളുണ്ട്. ഞാൻ 2 വട്ടം വിളിച്ചിട്ടും എടുത്തില്ല ഏട്ടാ. ഉണ്ണി അഭിജിത്തോ? ഇതല്ലല്ലോ. റൊണാൾഡോയുടെ ഒരു DP ആയിട്ടിരിക്കുന്നത് അങ്ങേറെ പേരൂടെ കളയാനായിട്ട്. ഞാനത് സ്റ്റോറി ഇട്ടില്ലായിരുന്നോടാ ഞാനത്. ചെറിയ ഭാഗമായിട്ടായിരുന്നു. അതിൽ ഞാൻ ക്രോപ്പ് ചെയ്ത നമ്പർ നോക്കട്ടെ ഏതാണെന്ന്. ചേടാ ഇത് എവിടെ റീ? അണ്ണാ സോറി അണ്ണാ. അങ്ങനെയല്ല ശ്വാസം ഇങ്ങനെയാ പറയുന്നത്. അതെ ചാറ്റില് വേണം ഒരു സെക്കൻഡ്. എൻ്റെ അതിനകത്ത് കൊറേ ചാറ്റ് കിടപ്പുണ്ട്. ഇല്ല ഇത് ഞാൻ കാണിച്ചിട്ടേ പോകത്തുള്ള. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ്. ഇത് കാണിച്ചിട്ടേ പോകത്തുള്ള ഞാൻ. ഇവൻ തച്ചനിരുന്ന് ഡിലീറ്റ് വല്ലതും ചെയ്യുമെന്നാണ് എന്റെ. ഡിലീറ്റ് ചെയ്താൽ ഞാനായിട്ട് വോയിസെങ്കിലും ഞാൻ കേൾപ്പിക്കുക. ഞാൻ മറ്റേ വാട്സപ്പ് ടൈം മാറ്റി ബാക്കിലോട്ട് ഇതൊക്കെ. എടാ ഇന്നലെ ഇവന്റെ നമ്പർ എനിക്ക് അയച്ചു തന്നോ? എടാ നീയാണ മുത്ത്. അവൻ എനിക്ക് ചോർത്തി തന്നവൻ എനിക്ക് നമ്പർ അയച്ചു തന്നത് നീയാണോ ചെറുക്കൻ മോനെ? നീ അല്ലേ ഇത് കേക്കാതെ നോക്കണേ. വെയിറ്റ് ഞാൻ ഇതിന്റെ സപ്രഷൻ ഓഫ് ചെയ്യട്ടെ. എന്റെ അമ്മോ ഇജാതി കൊറേ പയ്യന്മാരുണ്ടേ. ചെറുങ്ങനെ കേൾക്കുന്നുണ്ടോ? ഇവന്റെ ഓഡിയോ കേൾക്കണോ നിങ്ങക്ക്? എന്തായാലും ദാമപിപ്പി വരില്ല. അതെന്തോ ഈകളെന്തോ വള്ളടിച്ച് പറഞ്ഞായിരിക്കും. 2 എണ്ണം കുടിച്ചിട്ട് വന്ന് പറഞ്ഞായിരിക്കും. അല്ല എന്ത് ദാമപിപ്പി ഒന്നും വരില്ല. അപ്പൊ നോക്കി പറഞ്ഞില്ലേ ദാമപിപ്പി എന്താ പീശയൊക്കെ വിറ്റെന്ന്. എന്തായാലും ദാമുപിപ്പി വരില്ല, ഞാൻ വെള്ളം അടിച്ചിട്ട് വന്നിരുന്ന് പറഞ്ഞതാണെന്ന്. എടാ ഇവന്മാരുടെ പിള്ളേർ പോലും ഇങ്ങനെ വിശ്വസിച്ചിരിക്കുവാണ് ദാമുപിപ്പി വരില്ല എന്ന്. മനസ്സിലായ? ദാമുപിപ്പി വരില്ല, ഇവരെ അങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദാമു വരത്തില്ല. എടാ ദാമുവിനോട് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ദാമു ഈ പറഞ്ഞ പോലെ ദാമുവാണ് ഇവന്മാരെല്ലാം വലിച്ചിറക്കിയതും ഇതാക്കിയതും എല്ലാം. അത് മനസ്സിലാക്കാനുള്ള ഇതാര് ഇവിടെ വലിയ പ്രശ്നങ്ങൾ സ്നൈപ്പ് എല്ലാരും ഉണ്ടല്ലോ. സ്നൈപ്പ് അതെന്താടാ ഒരു പൊട്ടുന്ന കുപ്പിയുടെ ശബ്ദം കേട്ടേ? അത് വെള്ളം എന്നെ ഇപ്പൊ വിളിച്ചു വെച്ചേ ഉള്ളൂ കുറച്ച് പിന്നെ. ഇവിടെ സ്നൈപ്പ്, ബോബ്, ആഷ്, വേറെ ആരല്ലോ? ഇതാരും കെവിനാ? എടേ നീ ജീവനോടുണ്ടോ? നീ
ഏവർക്ക് എതിരാണ് എടാ ഞാനിങ്ങനെ വെള്ളോടിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾ ഇതിനകത്തോട്ട് വന്നത്. ഇല്ല എനിക്ക് പനിയാണ്, എനിക്ക് വയ്യായിരിക്കും. അപ്പൊ പറയാ വെള്ളം അടിച്ചിട്ട് വന്ന് ഇത് പറഞ്ഞാണ്. അന്നേരം ഞാൻ ചോദിച്ചത് നിന്റെ അടുത്ത്, ഞാൻ ലൈവ് ഇടുന്ന ദിവസം ഇതൊന്നും ഉപയോഗിക്കാറില്ല ഗൈസ്. ഇതൊന്നും ഉപയോഗിക്കാത്ത ഇതൊന്നുമല്ല. ഞാൻ സർക്കാർ സ്ഥാപനത്തിൽ പോയി നേരെ നല്ല ബിവറേജിൽ പോയി ക്യൂ നിന്ന് സാധനം മേടിക്കുന്നവനാണ് ഞാൻ. അല്ലാതെ ഞാൻ മറ്റേ പകൽമാന്യം കളിക്കാറില്ല ഞാൻ. പക്ഷെ ലൈവ് ഇടുന്ന സമയത്ത് ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് വന്ന് ലൈവ് ഇടേണ്ട ആവശ്യം എനിക്ക് ഗതികേട് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല. ലൈവ് ഇടുക എന്നുള്ളൊരു പരിപാടി ഞാൻ ചെയ്യത്തില്ല. ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഒരു ജോലി പോലെയാണ്. അത് ഞാൻ മര്യാദയ്ക്ക് ചെയ്യും. മനസ്സിലായ? ഡിസ്ക്ലൈമർ. ഇതൊന്നും വാങ്ങിച്ചുപയോഗിക്കുന്നത് ശരീരത്തിന് മദ്യം വിഷമാണ്, കുടിക്കരുത്. അപ്പൊ ഉണ്ടല്ലോ ഞാൻ നിങ്ങളോട്